ശരിക്കും പറഞ്ഞാൽ CPM-ന്റെ ഒരു വിലയിരുത്തൽ കോലീബിയാണല്ലോ. അപ്പോൾ കോൺഗ്രസ് ലീഗ് BJP സഖ്യം എന്ന് പറയുമ്പോൾ അവിടെ ഷാഫിയുടെ വിജയമാണ്. അതുകൊണ്ടാണല്ലോ അവിടെ പാലക്കാട് ബൈ ഇലക്ഷൻ വരുമെന്നും അവിടെ BJP-യെ തിരിച്ച് സഹായിക്കും നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യവും CPM ഉന്നയിക്കുന്നത്. അല്ല, അപ്പൊ ഏതായാലും CPM ഒരു കാര്യം സമ്മതിച്ചല്ലോ, വടകരയിൽ ഞങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ CPM-ന് തർക്കമില്ല. ഇനി പാലക്കാട്ടെ വരട്ടെ, പാലക്കാട്ട് നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാവുന്നേ, അന്നേരം നമുക്ക് നോക്കാം. അപ്പോ വരുന്നതല്ലേ, ഇനിയിപ്പോ സമയമുണ്ടല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു ഘട്ടത്തിലേക്ക്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ശ്രീ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല. കേരളത്തിൽ അങ്ങനെ ഞങ്ങൾ ഈ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന പ്രഖ്യാപനവുമായിട്ട് ചിലർ വന്നു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അത് ലീഡറുടെ തട്ടകമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ ഇനി പ്രധാനമന്ത്രി എവിടെയും വരട്ടെ, പക്ഷേ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പം ഒരു കാര്യം കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് മഞ്ജുഷേ. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എത്രമാത്രം നോക്കുകുത്തിയായിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ അങ്ങയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാം. വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപിച്ച അങ്ങ് ഡേറ്റ് നോക്കിയായിരുന്നു. വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജൂൺ മാസം 1-ാം തീയതിയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവസാനം അദ്ദേഹത്തിന്റെ പ്രചരണവുമായിട്ട് വാരണാസിയിൽ വരുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനിലൊക്കെ നടക്കുന്നത്. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ന് പുടിന്റെ തെരഞ്ഞെടുപ്പ് നടന്ന് ഫലപ്രഖ്യാപനം വന്ന ദിവസമാണ്. അപ്പൊ പുടിൻ പറഞ്ഞിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യത്തിൽ ഒന്നാണ് റഷ്യയിൽ നടന്നിരിക്കുന്നത്. 80% വോട്ടും പുടിനാണ്. അവിടെ പുടിൻ മാത്രമേ സ്ഥാനാർത്ഥിയുള്ളൂ. ബാലറ്റ് പേപ്പറിൽ പുടിന്റെ പേരേ ഉള്ളൂ, പുടിന്റെ ചിഹ്നമേ ഉള്ളൂ, വേറെ ആരും മത്സരിക്കുന്നില്ല. അവിടെ വോട്ട് ചെയ്യുന്നവർ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണെന്ന് അറിയത്തില്ല, അവിടെ പുടിന് മാത്രമേ ഉള്ളൂ. എന്നതുപോലെ ഇന്ത്യയിലെ ജനാധിപത്യത്തെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണോ? പ്രധാനമന്ത്രിക്ക് രാജ്യത്ത് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ജൂൺ മാസം 1-ാം തീയതി, പിന്നെ അതോടുകൂടി അങ്ങ് അവസാനിക്കുകയാണല്ലോ. അപ്പോൾ ഉത്തർപ്രദേശിലെ 7 ഘട്ടങ്ങളിലായിട്ടാണല്ലോ നടത്തുന്നത്. അതുകൊണ്ടല്ലേ ഉത്തർപ്രദേശ്, ബീഹാർ, പിന്നെ മറ്റു ഞാൻ ചോദിക്കുന്നത് ഈ 7 ഘട്ടത്തിൽ വാരണാസിയിലെ ജൂൺ മാസം 1-ാം തീയതി വന്നത് അത് നിർദോഷമാണെന്ന് മഞ്ജുഷ് കരുതുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ശ്രീ സേനാപതിയോട് ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഏപ്രിൽ 19-ാം തീയതിയാണ് 1-ാം ഘട്ട തെരഞ്ഞെടുപ്പ്. ഈ 1-ാം ഘട്ടത്തിൽ തന്നെ വാരണാസി കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് നടന്ന് ജൂൺ 1-ാം തീയതി വരെ പ്രചരണം നടത്തിക്കൂടെ? അങ്ങനെ ചിന്തിച്ചൂടെ? ഈ അവസാനം വരെ അവിടെ വെച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് മുള്ളിന്റെ പുറത്ത് നിൽക്കുന്നത് പോലെ ഇവിടെ വരണം, അവിടെ പോകണം, ആ രീതിയിലാക്കേണ്ടുന്ന കാര്യമുണ്ടോ? പിന്നെ 2 എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം വാരണാസിയിൽ അദ്ദേഹം വോട്ട് ചോദിക്കാൻ പോകേണ്ട കാര്യമില്ലെന്നേ. അദ്ദേഹം ജയിച്ചോളൂ. അവിടെ നിങ്ങൾ ആരാ അവിടെ പോയി തോപ്പിക്കാൻ പോകുന്നത്? സമാജ്വാദി പാർട്ടിയാണോ, കോൺഗ്രസ് ആണോ? നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ലോജിക്ക് ഫീൽ ചെയ്യണ്ടേ? അവസാന ഘട്ടം വാരണാസി വെച്ചു എന്ന് അതുകൊണ്ട് എന്ത് നേട്ടമാണ്? അതുകൊണ്ട് എന്താണ് നേട്ടം? അവിടെ നരേന്ദ്രമോദിജിക്ക് ഇനി വാരണാസിയിൽ അദ്ദേഹം പോയി പ്രചരണം നടത്തിയാലേ ജയിക്കാൻ പറ്റുന്നുണ്ടോ? പ്രധാനമന്ത്രിക്ക് നാട് മുഴുവൻ തെരഞ്ഞെടുപ്പ് പറഞ്ഞ ഇടയ്ക്ക് ഒരു ബ്രേക്കും ഇല്ല. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരിടത്തും പോകാതെ ഒരു ബ്രേക്കും ഇല്ല. എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാൻ അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. പോയില്ലെങ്കിൽ പോലും അദ്ദേഹം 5 ലക്ഷം വോട്ടിന് അവിടെ ജയിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇനിയിപ്പോ വോട്ട് ചോദിക്കാൻ സൗകര്യത്തിന് അവസാനത്തേക്ക് വെച്ചു എന്നൊക്കെ പറയാം. ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകും. 72 മണിക്കൂറുള്ളപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 72 മണിക്കൂറുള്ളപ്പോ അരുൺ ഗോയൽ രാജിവെക്കുന്നു. 48 മണിക്കൂറിൽ വേറെ 2 പേരാകുന്നു. ഇവരൊക്കെ എവിടുന്ന് വരുന്നു, എന്താണ് ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ മേലാത്തൊന്നുമല്ല. അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ രീതിയിൽ എന്താ പറഞ്ഞ സ്വാധീനങ്ങൾക്ക് വഴങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു എന്നുള്ള ഒരു അപകടകരമായ സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട് മഞ്ജുഷെ. അത് നമ്മൾ ചർച്ച ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ആ കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യം യുവരാജ് ഗോകുൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ പാലക്കാട് സന്ദർശനം. അപ്പോൾ ഇതിവിടെ ഈ അന്തർധാര സജീവം എന്നുള്ള ആ ഒരു ആരോപണം നിലനിൽക്കുമ്പോഴാണ് മോദിയുടെ തുടർച്ചയായ വരവ് കേരളത്തിലേക്ക്. അല്ല, കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ന് അദ്ദേഹം കോയമ്പത്തൂരിലല്ലേ. തമിഴ്നാടും കേരളവും എന്ന് പറഞ്ഞാൽ BJPക്ക് ഒരു MP-മാരെ പോലും കിട്ടാത്ത 2 സ്റ്റേറ്റുകളാണ്. BJP ഇത്തവണ ലക്ഷ്യം വെക്കുന്നത് 370 സീറ്റുകളാണ്. നമ്മൾ കഴിഞ്ഞ തവണ ജയിച്ച 303 സീറ്റുകളിൽ നിന്ന് ഒരു സീറ്റ് പോലും കുറയാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ 100% കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഇനി അധികമായിട്ട് വരേണ്ടത് 67 സീറ്റുകളാണ്. ആ 67 സീറ്റുകൾ എവിടെ നിന്ന് വരണം? അത് കിട്ടാത്ത സ്ഥലങ്ങളിൽ നിന്ന് വരണം. അത് ഏതാണ്ട് 59 MP-മാരുള്ള കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം
കൂടുതൽ ഫോക്കസ് ഇങ്ങോട്ടേക്ക് കൊടുക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സേനാപതി വേണു ഇദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹം വാരണാസിയിൽ പോകാൻ വേണ്ടിയാണ് അവസാനം. അദ്ദേഹത്തിന് വാരണാസിയിലൊന്നും പോകേണ്ട കാര്യമില്ലെന്നേ. ഉത്തർപ്രദേശിലെ 80 സീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 77, 78, 79 സീറ്റും BJP തന്നെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ 77 പേർക്ക് അവിടെ ജയിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിജിക്ക് ഇനി ഇപ്പോൾ ജൂൺ 1-ാം തീയതി അവിടെ പോയി വോട്ട് ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതിനെന്ത് ലോജിക്കാണുള്ളത്? അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രശ്നവും BJP സംബന്ധിച്ചിടത്തോളം നിലവിലില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, ഞങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ്.